ശ്രീ മാട്രേ നമോ. എല്ലാവർക്കും നമസ്കാരം. മേടം രാശിക്കാർക്ക് മാർച്ച് 25, 26, 27, 28 തീയതികളിൽ ഒരു സ്ത്രീ കാരണം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് യാദൃശ്ചികമല്ല, ഇത് ദൈവം നിങ്ങൾക്ക് നൽകി ഒരു സൂചനയാണ്. ഈ നിമിഷം, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മുൻപേ എഴുതിവെച്ചതാണ്. മേടം രാശിക്കാർക്ക് ഇതുവരെ സംഭവിച്ച കഷ്ടപ്പാടുകൾ, അനീതികൾ, ആരോടും പറയാൻ കഴിയാത്ത ദുരിതങ്ങൾ, ഇതെല്ലാം ദൈവത്തിന് അറിയാം. നിങ്ങൾ പുറമെ ചിരിച്ചെങ്കിലും ഉള്ളിൽ എത്രമാത്രം തകർന്നുപോയെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിലും എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തിനാണ് ഓരോ തവണയും എനിക്ക് മാത്രം പരീക്ഷണങ്ങൾ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ പോകുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ജയ് ശ്രീകൃഷ്ണ എന്ന് കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് നൽകുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് ഈ രാശിക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചേരും. അതുപോലെ ഞങ്ങൾക്കും കുറച്ച് പ്രചോദനകരമായിരിക്കും. ഇനി വരുന്ന 4 ദിവസങ്ങളിൽ, അതായത് മാർച്ച് 25, 26, 27, 28 തീയതികളിൽ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു സത്യം പുറത്തുവരാൻ പോകുന്നു. ആ സത്യം നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കിയേക്കാം, കണ്ണുനീർ വരുത്തിയേക്കാം. എന്നാൽ അതേ സത്യം നിങ്ങളുടെ വിധി പൂർണ്ണമായും മാറ്റും. ഈ മാറ്റത്തിന് കാരണം ഒരു സ്ത്രീയാണ്. അവൾ ആരാണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയില്ല, കാരണം അവളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു സാധാരണ ജാതകമല്ല, ഇതൊരു ഭയപ്പെടുത്തുന്ന ജ്യോതിഷവുമല്ല. ഇത് നിരവധി പരിചയസമ്പന്നരായ ജ്യോതിഷ വിദഗ്ധരിൽ നിന്ന് ശേഖരിച്ച ആഴത്തിലുള്ള വിവരങ്ങളാണ്. ഇവിടെ പറയുന്ന ഓരോ വാക്കും 100% സത്യമാണ്. 100% മേടം രാശിക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വീഡിയോ കാണുമ്പോൾ ദയവായി ഒരു ഏകാന്തമായ സ്ഥലത്ത് ഇരുന്ന് മനസ്സിനെ ശാന്തമാക്കി ഒറ്റയ്ക്ക് കേൾക്കുക. ഇടയ്ക്ക് വീഡിയോ എവിടെയും സ്കിപ്പ് ചെയ്യരുത്, കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാനത്തിലായിരിക്കും. നിങ്ങളുടെ വിധി മാറാൻ പോകുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ കൺമുമ്പിൽ വരുന്നത് ദൈവം അയച്ച ഒരു സൂചനയാണ്. ഇപ്പോൾ സത്യം ആരംഭിക്കുന്നു. മേടം രാശിക്കാരുടെ കഴിഞ്ഞ കർമ്മബന്ധം എന്തുകൊണ്ടാണ് ഇത്രയധികം വേദന നൽകുന്നത്? മേടം രാശിക്കാർ ജനിക്കുമ്പോൾ തന്നെ ധൈര്യശാലികളാണ്. ഏത് ജോലിയും മുന്നോട്ട് പോയി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചോദ്യം നിങ്ങളെ അലട്ടുന്നുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എന്തിനാണ് ഇത്രയും ശിക്ഷ അനുഭവിക്കുന്നത്? അതിന് കാരണം ഈ ജന്മത്തിലല്ല, നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മബന്ധമാണ്. മേടം രാശിക്കാരുടെ ജാതകത്തിൽ കർമ്മസ്ഥാനം വളരെ ശക്തമായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ അതേസമയം അറിയാതെ ആരുടെയെങ്കിലും മനസ്സിനെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ കർമ്മഫലം കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾ നീതി ചെയ്താലും അപവാദങ്ങൾ, നല്ലത് ചെയ്താലും മോശമായി കാണുന്നത്. സത്യസന്ധമായിരുന്നിട്ടും വഞ്ചന, ഇതെല്ലാം നേരിട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം കാണാം: നിങ്ങൾ കഷ്ടപ്പെടും, ഫലം വരുമ്പോൾ ആരെങ്കിലും തടസ്സപ്പെടുത്തും, അതിനെ വിശ്വസിക്കും. അതേ വ്യക്തി വേദനിപ്പിക്കും, നിശബ്ദമായിരിക്കും. അതേ നിശബ്ദത നിങ്ങളെ ഉള്ളിൽ കത്തിക്കും. ഇതൊരു ബലഹീനതയല്ല, ഇത് മേടം രാശിക്കാരുടെ കർമ്മ പരീക്ഷയാണ്. ഈ പരീക്ഷ പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് യഥാർത്ഥ വിജയം ലഭിക്കണമെന്ന് ഗ്രഹങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഉഗാദിക്ക് ശേഷം പരാഭവ നാമ സംവത്സരത്തിൽ മേടം രാശിക്കാർക്ക് വിധിമാറ്റം ഈ മാർച്ച് മാസാവസാനം സംഭവിക്കാൻ പോകുന്നു. ഉഗാദിക്ക് ശേഷം മേടം രാശിക്കാരുടെ ജീവിതത്തിൽ സാധാരണ മാർച്ച് മാസമല്ല, ഈ മാസത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ കർമ്മസ്ഥാനത്ത് നിന്ന് ശനി പുറത്തേക്ക് നീങ്ങുന്നു. ഇതിനർത്ഥം ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, താമസം, നിരാശ, അനീതി എന്നിവയെല്ലാം ക്രമേണ കുറയാൻ തുടങ്ങും. വരും 4 ദിവസങ്ങൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തത വരും. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം, ഏത് വഴിയാണ് ശരിയായത്, ഏത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം കേൾക്കാൻ സാധിക്കും. ഇത് ദൈവികമായ അറിവാണ്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ജീവിതം നയിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ വാക്ക് കേൾക്കേണ്ട സമയം വന്നിരിക്കുന്നു. ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിലുള്ള വഴി മുമ്പ് കാണാത്ത രീതിയിൽ വെളിച്ചത്തിലേക്ക് വരും. ഈ ദിവസം നിങ്ങൾ ദുരിതങ്ങളല്ല, സത്യത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ആദ്യം വേദനയുണ്ടാക്കിയേക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് മോചനം നൽകും.
വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആരംഭിക്കുന്ന ആന്തരിക മാറ്റം ഇതാണ്. പുറത്ത് കാണുന്ന മാറ്റമല്ല, ഇത് ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റമാണ്. ഇനി വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ മേടം രാശിക്കാരുടെ മനസ്സിൽ ഒരു ചിന്ത ശക്തമായി ആരംഭിക്കും. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന വിത്താണ്. ഇതുവരെ നിങ്ങൾ സഹിച്ചതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ദുർബലരായി കരുതി. ഇനി മാർച്ച് മാസാവസാനം മുതൽ നിങ്ങളുടെ ക്ഷമ കുറയില്ല. നിങ്ങളുടെ ആത്മാവ് ശക്തമാകും. നിങ്ങൾ ഇനി ഓരോ കാര്യത്തിനും മറുപടി പറയില്ല, ഓരോ മനുഷ്യനെയും സമ്മതിപ്പിക്കില്ല, ഓരോ ബന്ധവും നിലനിർത്താൻ ശ്രമിക്കില്ല. ഈ മാറ്റം നിശബ്ദമായി വരും, പക്ഷേ അതിന്റെ സ്വാധീനം ഭൂകമ്പം പോലെ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ അകന്നുപോകും, ചിലർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. അത് നിങ്ങൾക്ക് നഷ്ടമായി തോന്നിയാലും യഥാർത്ഥത്തിൽ അത് ദൈവം നൽകിയ സംരക്ഷണമാണ്. ഈ 4 ദിവസത്തെ കാലം നിങ്ങളുടെ ആത്മാവിനുള്ള പരീക്ഷയാണ്. നിങ്ങൾ പിന്മാറിയാൽ അതേ ചക്രം വീണ്ടും തുടങ്ങും. നിങ്ങൾ മുന്നോട്ടു പോയാൽ ഒരു പുതിയ ജീവിതം. അതുപോലെ മാർച്ചിലെ അവസാനത്തിൽ ഒരു സ്ത്രീ കാരണം മേടം രാശിയുടെ വിധി മാറാൻ പോകുന്നു. ഈ മാറ്റത്തിന് കാരണം ഒരു സ്ത്രീയാണ്. അവൾ ആരാണെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരിക്കില്ല. അവൾ കൂടുതൽ സംസാരിച്ചെന്ന് വരില്ല, അവൾ കൂടുതൽ പ്രത്യക്ഷപ്പെട്ടെന്ന് വരില്ല. പക്ഷേ അവളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. മേടം രാശിക്കാരുടെ ജാതകത്തിൽ സ്ത്രീ ശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് അമ്മയാകാം, ഭാര്യയാകാം, സഹോദരിയാകാം, അല്ലെങ്കിൽ ഒരു അപരിചിത വനിതയാകാം. ഈ സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വെക്കും. ആ സത്യം നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന കാര്യമാണ്. അവളുടെ വാക്കുകളിൽ ദേഷ്യം ഉണ്ടായിരിക്കില്ല, പക്ഷേ സത്യം ഉണ്ടായിരിക്കും. ആ സത്യം നിങ്ങളുടെ കണ്ണുനീർ പുറത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കരയും, പക്ഷേ ആ കരച്ചിൽ നിങ്ങൾക്ക് ബലഹീനതയല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഭാരം പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ്. ആ സ്ത്രീക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ തുടരാം. പക്ഷേ അവൾ നൽകിയ സന്ദേശം നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകും. ആ സ്ത്രീ ഒരു ദൈവിക അടയാളമാണ്. കാരണം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ അനുസരിച്ച് ഈ കാലയളവിൽ മേടം രാശിക്കാരുടെ ജാതകത്തിൽ ചന്ദ്രൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചന്ദ്രൻ എന്നാൽ മനസ്സ്, വികാരങ്ങൾ, ആന്തരിക സത്യം. ആ സ്ത്രീ നിങ്ങളുടെ മനസ്സിന് ഒരു അർത്ഥം പോലെ ആയിരിക്കും. നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് ഭയം, അതൃപ്തി, ദേഷ്യം എന്നിവയെല്ലാം അവളുടെ വാക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരും. ഇത് യാദൃശ്ചികമല്ല, ഇത് വിധിയാണ്. ദൈവം നേരിട്ട് സംസാരിക്കില്ല, മനുഷ്യരിലൂടെ അടയാളങ്ങൾ അയക്കും. ആ സ്ത്രീ ദൈവത്തിന്റെ അടയാളമാണ്. അവളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതേ ദുരിതത്തിൽ അകപ്പെടും. അവളുടെ വാക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. ഇതൊരു ജ്യോതിഷ പ്രവചനമല്ല, ഇത് മേടം രാശിക്കാരുടെ കർമ്മചക്രം അവസാനിക്കുന്നതിന്റെ സൂചനയാണ്. പ്രണയത്തിലായിരിക്കുന്ന മേടം രാശിക്കാർക്ക് സത്യം പുറത്തുവരുന്ന സമയമാണിത്. മേടം രാശിക്കാർ പ്രണയത്തിലായിരിക്കുമ്പോൾ പൂർണ്ണമായും മുഴുകിപ്പോകും. നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിൽ കണക്കുകളുണ്ടാവില്ല, സംശയങ്ങളുണ്ടാവില്ല, വഞ്ചനയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. എന്നാൽ ഇത് നിങ്ങളുടെ ബലഹീനതയായി മാറി. ഇതുവരെ നിങ്ങൾ സ്നേഹിച്ച് വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയോ, അതോ നിങ്ങളുടെ നല്ല മനസ്സിനെ ഉപയോഗിക്കുകയായിരുന്നോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിക്കും. ഈ മാർച്ച് മാസാവസാനം നിങ്ങൾക്ക് പ്രണയകാര്യത്തിൽ ഒരു സംഭവം ഉണ്ടാകും. ആ സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു രഹസ്യമോ അപ്രതീക്ഷിതമായി പുറത്തുവരും. ആ നിമിഷം നിങ്ങൾക്ക് ദേഷ്യം വരില്ല, ആദ്യം നിശബ്ദതയായിരിക്കും ഉണ്ടാവുക. ആ നിശബ്ദത മേടം രാശിക്കാർക്ക് വളരെ അപകടകരമാണ്. കാരണം നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഉള്ളിൽ ഒരു തീരുമാനം എടുത്തതുപോലെയാണ്. ഈ സത്യം നിങ്ങൾക്ക് വേദനയുണ്ടാക്കിയെങ്കിലും ദൈവം നിങ്ങൾക്ക് ചെയ്ത ഉപകാരമാണ്. കാരണം തെറ്റായ പ്രണയത്തിൽ ഇനിയും സമയം പാഴാക്കാതെ നിങ്ങൾ പുറത്തുവരും. ചില മേടം രാശിക്കാർക്ക് ഈ സത്യത്തിനു ശേഷം പഴയ പ്രണയം പൂർണ്ണമായും അവസാനിക്കും. മറ്റു ചിലർക്ക് പ്രണയം കൂടുതൽ ശക്തമാകും. കാരണം സത്യത്തിൽ അധിഷ്ഠിതമായ പ്രണയം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. വിവാഹ ജീവിതത്തിൽ നിശബ്ദമായി അടിഞ്ഞുകൂടിയ ഭാരങ്ങൾ. മേടം രാശിക്കാരുടെ വിവാഹ ജീവിതം പുറമെ നിന്ന് നോക്കുമ്പോൾ നന്നായി തോന്നുമെങ്കിലും ഉള്ളിൽ പറയാത്ത വാക്കുകളും അനാവശ്യമായ അർത്ഥങ്ങളും സംശയങ്ങളും ക്രമേണ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ മറ്റേയാൾ കേട്ടില്ല, കേൾപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ നിശബ്ദനായി. ഇങ്ങനെ നിശബ്ദമായി വർഷങ്ങൾ കടന്നുപോയി. വരാനിരിക്കുന്ന ഈ 4 ദിവസങ്ങളിൽ ഈ നിശബ്ദത തകരുന്ന സമയമാണ്. ഒരു ചെറിയ
കാര്യം വലിയ ചർച്ചയായി മാറും. ആദ്യം ദേഷ്യം, പിന്നെ കണ്ണുനീർ, പിന്നെ സത്യങ്ങൾ. ഈ സത്യങ്ങൾ വേർപിരിയാനുള്ളതല്ല. ഇതൊരു ശുഭസൂചനയാണ്. കാരണം ഇതുവരെ നിങ്ങൾ പ്രശ്നം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക, ഈ സമയത്ത് അഹങ്കാരം മുന്നോട്ട് വന്നാൽ ബന്ധം തകരും. മനസ്സിലാക്കുന്ന മനസ്സോടെ കേൾക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുമ്പത്തേക്കാൾ ശക്തമാകും. കേട്ടില്ലെങ്കിൽ ആവശ്യമുള്ള വ്യക്തികളും അകന്നുപോകും. ഈ മുന്നറിയിപ്പിനെ നിസ്സാരമായി കാണരുത്. ദൈവം അയക്കുന്ന സൂചനകൾ മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ദൈവം ഒരിക്കലും നേരിട്ട് സംസാരിക്കില്ല, സൂചനകളിലൂടെയാണ് അറിയിക്കുന്നത്. മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ കാലയളവിൽ സൂചനകൾ കൂടുതലായി വരും. അതെ സമയത്ത് ഒരേ വാക്ക് കേൾക്കുന്നത്, ഒരേ പേര് വീണ്ടും വീണ്ടും കാണുന്നത്, അപ്രതീക്ഷിതമായി പഴയ ഓർമ്മകൾ ഓർമ്മ വരുന്നത്, ഇതൊന്നും യാദൃശ്ചികമല്ല. ഇത് നിങ്ങൾക്ക് വഴി കാണിക്കുന്ന സൂചനയാണ്. ഈ സൂചനകളെ അവഗണിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച അവസരം നഷ്ടപ്പെടും. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വഴി വ്യക്തമാകും. പ്രത്യേകിച്ച് ഹനുമാൻ എന്ന പേരോ രാമനാമമോ നിങ്ങളുടെ ചെവിയിൽ പതിച്ചാൽ ആ ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഈ സൂചനകൾ നിങ്ങളുടെ ഭയം ഇല്ലാതാക്കാനും നിങ്ങൾക്ക് ധൈര്യം നൽകാനും ദൈവം അയക്കുന്ന സന്ദേശങ്ങളാണ്. ഇത് വിശ്വാസമല്ല, ഇത് അനുഭവമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ മേടം രാശിക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഉപാധിയാണ്. അതുപോലെ ശക്തമായ പ്രവർത്തനങ്ങളും. മേടം രാശിക്കാർക്ക് ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായി തോന്നിയേക്കാം, എന്നാൽ അവയുടെ സ്വാധീനം ജീവിതത്തെ മാറ്റിമറിക്കാൻ മാത്രം ശക്തമായിരിക്കും. ഒന്നാമതായി, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്ന ഉടൻ ഒരു ചിന്തയും വരുന്നതിനു മുമ്പ് കുറച്ച് നിമിഷങ്ങൾ നിശബ്ദമായിരിക്കണം. ഈ നിശബ്ദത നിങ്ങളുടെ മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങളെ പതുക്കെ ഇല്ലാതാക്കും. അടുത്തതായി, നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിനെ സത്യസന്ധമായി നിലനിർത്തുക എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ അംഗീകരിക്കണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ സത്യം മറച്ചുവെക്കരുത്. ഈ കാലഘട്ടത്തിൽ മേടം രാശിക്കാർ ഒരു നല്ല ശീലം ആരംഭിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അത് പുസ്തകം വായിക്കുന്നതാകാം, നടക്കാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. കാരണം ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകളുടെ ശക്തി വർദ്ധിക്കും. നിങ്ങൾ പറയുന്ന ഒരു വാക്ക് ഒരു ബന്ധത്തെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി മുറിച്ചുമാറ്റുകയോ ചെയ്യാം. അതിനാൽ സംസാരിക്കുന്നതിനു മുമ്പ് ആലോചിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മേടം രാശിക്കാർക്ക് അത്യന്താപേക്ഷിതമാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെറിയ തെറ്റുകൾ വലിയ നഷ്ടങ്ങളായി മാറുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ മേടം രാശിക്കാർ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ല തീരുമാനം. പ്രത്യേകിച്ച് ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ. നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ ശക്തിയല്ല, അത് നിങ്ങളുടെ ബലഹീനതയാണ്. ഈ കാലഘട്ടത്തിൽ ദേഷ്യം വരുമ്പോൾ മൗനമായി ഇരിക്കുന്നത് നിങ്ങൾക്ക് വലിയ സംരക്ഷണം നൽകും. മറ്റൊരു കാര്യം, അമിത ആത്മവിശ്വാസം. നിങ്ങൾ നല്ലവരാണെന്ന് കരുതി എല്ലാവരും നല്ലവരാണെന്ന് കരുതരുത്. ആരെങ്കിലും അമിതമായി മധുരമായി സംസാരിച്ചാൽ ഉള്ളിലെ അർത്ഥം മനസ്സിലാക്കുക. ഈ സമയത്ത് കടം കൊടുക്കുകയോ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. ഇത് ശാശ്വതമല്ല, ഈ കാലയളവിൽ മാത്രം. നിങ്ങളുടെ ഭൂതകാലത്തെ വീണ്ടും വീണ്ടും ഓർക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ദുർബലപ്പെടുത്തും. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, പക്ഷേ അതിൽ ജീവിക്കരുത്. ഈ തെറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സ്വയം ഇല്ലാതാകും. മേടം രാശിക്കാർക്ക് ഈ കാലയളവിൽ ആവശ്യമായ ആത്മീയ സന്തുലിതാവസ്ഥ. മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ കാലയളവിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ സൂക്ഷ്മമായിരിക്കും. പുറത്ത് വലിയതായി കാണില്ലെങ്കിലും ഉള്ളിൽ മനസ്സിനെ ഇളക്കിമറിക്കും. ഈ സമയത്ത് നിങ്ങൾ വലിയ പൂജകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലളിതമായ ആചരണമാണ് കൂടുതൽ ഫലം നൽകുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുക. അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് മിനിറ്റ് നിശബ്ദമായി ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് ധ്യാനമല്ല, ഇത് നിങ്ങളുടെ മനസ്സിന് നൽകുന്ന വിശ്രമമാണ്. ഈ കാലയളവിൽ ചുവപ്പ് നിറം നിങ്ങൾക്ക് ശക്തി നൽകും. നിങ്ങൾ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതോ ചുവന്ന പൂവ് ദൈവത്തിന് സമർപ്പിക്കുന്നതോ മനോബലം വർദ്ധിപ്പിക്കും. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് നൂറ്റാണ്ടുകളുടെ അനുഭവമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സ്ഥിരമായി നിലനിർത്താൻ കഴിഞ്ഞാൽ ഗ്രഹങ്ങളുടെ സമ്മർദ്ദം സ്വയം കുറയും. വരാനിരിക്കുന്ന ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങളുടെ ജോലി പൂർത്തിയാകുന്നതുവരെ, നിങ്ങളുടെ കയ്യിൽ വിജയം വ്യക്തമായി കാണുന്നതുവരെ ആർക്കും
അതായത് ആർക്കും തന്നെ നിങ്ങളുടെ പ്രയത്നങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഒരു സൂചന പോലും നൽകരുത്. ഏത് ജോലിക്കാണോ അടിത്തറയിടുന്നത്, ആ ജോലി പൂർത്തിയാവുകയും അത് ബലമായി നിലനിൽക്കുകയും ചെയ്തതിനു ശേഷം മാത്രം ലോകത്തോട് പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുന്നത് തുടരും. ഇനി അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് ദിവസമാണോ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളെയും നിങ്ങളുടെ രഹസ്യങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങളുടെ സന്തോഷത്തെയും നിങ്ങളിൽ തന്നെ ഒളിപ്പിക്കാൻ പഠിക്കുന്നത്, ആ ദിവസം മുതൽ നിങ്ങളുടെ ശത്രുക്കൾ കഴിവില്ലാത്തവരും നിസ്സഹായരുമായി മാറും. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുവെന്നോ നിങ്ങളുടെ അടുത്ത ചുവട് എന്താണെന്നോ അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ അവർ എത്ര ശ്രമിച്ചാലും, എത്ര ഗൂഢാലോചനകൾ നടത്തിയാലും, എത്ര തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അവർക്ക് നിങ്ങളുടെ ഒരു രോമത്തെ പോലും സ്പർശിക്കാൻ കഴിയില്ല. ഇതാണ് യഥാർത്ഥ വിജയം. നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഈ സൂത്രം പാലിച്ച് ദൈവത്തിൽ ഭാരം അർപ്പിച്ച് നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വിജയം നിങ്ങളുടെ പാദങ്ങളെ ചുംബിക്കും. ഇനി നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഒരു ഭാഗ്യദൈവിക ശക്തി മറ്റാരുമല്ല, അത് നിങ്ങളുടെ കുലദേവതയാണ്. അതെ, നിങ്ങളുടെ കുലദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തുണയായാൽ പിന്നെ നിങ്ങളെ തടയാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന സന്തോഷവാർത്തകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല സമയം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയാനാണ്. നിങ്ങൾ ഉദയസൂര്യനെപ്പോലെ പ്രകാശപൂർണമായി തിളങ്ങാൻ പോകുന്നു. ഒരു വിത്ത് ഭൂമിക്കടിയിൽ എത്രത്തോളം ഞെരുങ്ങുന്നുവോ അത്രത്തോളം ശക്തമായി മുളച്ച് മഹാവൃക്ഷമാകുന്നതുപോലെ തീയിൽ ചൂടാക്കുമ്പോഴാണ് സ്വർണം ശുദ്ധിയാകുന്നത്. ദൈവം നിങ്ങളെ ഇത്രയധികം പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കിയത് നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളെ ഒരു അത്ഭുതകരമായ വജ്രം പോലെയാക്കാനാണെന്ന് നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കണം. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം നല്ലത് സംഭവിക്കും. അതിനാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നു. ഈ വരാനിരിക്കുന്ന 4 ദിവസങ്ങളിൽ മാർച്ച് 25, 26, 27, 28 തീയതികളിൽ നിങ്ങൾക്ക് വ്യാപാരപരമായും തൊഴിൽപരമായും ജീവിതത്തിലും യാത്രകളുടെ കാര്യത്തിലും ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ വളരെ വലിയ സന്തോഷവാർത്തകൾ കേൾക്കും. നിങ്ങൾക്ക് അതിശയകരമായ ഒരു മാനസികാവസ്ഥ ലഭിക്കും. വരാനിരിക്കുന്ന ഈ 4 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വശത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും അത്ഭുതകരമായ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരുമെന്നും ഇപ്പോൾ വിശദമായി നോക്കാം. ഈ 4 ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കലഹങ്ങളും തെറ്റിദ്ധാരണകളും കാറ്റിൽ പറന്നുപോയ മേഘങ്ങളെപ്പോലെ അപ്രത്യക്ഷമാകും. വീട്ടിൽ വളരെ ശാന്തവും സന്തോഷകരവുമായ അന്തരീക്ഷം നിലനിൽക്കും. നിങ്ങളുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും കുടുംബത്തിൽ വലിയ മൂല്യവും ബഹുമാനവും വർദ്ധിക്കും. എല്ലാവരും നിങ്ങളുടെ ഉപദേശങ്ങൾ പിന്തുടരാൻ ഇഷ്ടപ്പെടും. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ കാരണം കുടുംബത്തിന് നല്ലത് സംഭവിക്കുന്നത് കണ്ട് എല്ലാവരും നിങ്ങളെ പ്രശംസിക്കും. പ്രത്യേകിച്ച് അച്ഛനുമായോ അച്ഛനെപ്പോലുള്ള മുതിർന്നവരുമായോ ഉള്ള ബന്ധങ്ങൾ അത്ഭുതകരമായി മെച്ചപ്പെടും. അവരുടെ അനുഭവവും വിലപ്പെട്ട ഉപദേശങ്ങളും നിങ്ങൾക്ക് ശരിയായ പാത കാണിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകും. അവരുടെ ആരോഗ്യവും മെച്ചപ്പെടുകയും നിങ്ങൾക്ക് മാനസിക സമാധാനവും ധൈര്യവും നൽകുകയും ചെയ്യും. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി നിലകൊള്ളും. നിങ്ങളുടെ വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെക്കാലമായി മാറ്റിവെച്ചിരുന്ന വിവാഹം, കുട്ടികൾ, ഗൃഹപ്രവേശം തുടങ്ങിയ ആഘോഷങ്ങളാൽ നിങ്ങളുടെ വീട് ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും നിറയും. ഈ നല്ല പ്രവൃത്തികളാൽ സമൂഹത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ കുടുംബത്തെ എല്ലാവരും ബഹുമാനത്തോടെ കാണുന്ന സമയമാണിത്. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ വിനോദയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും പോകും. ഈ യാത്രകൾ നിങ്ങൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. പഴയ ഓർമ്മകൾ അയവിറക്കി പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കും. കാലങ്ങളായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന പഴയ സുഹൃത്തുക്കളെയും ദൂരെയുള്ള ബന്ധുക്കളെയും കണ്ടുമുട്ടുന്നതിലൂടെ നിങ്ങളുടെ സാമൂഹിക ജീവിതം കൂടുതൽ ഉന്മേഷകരവും സന്തോഷകരവുമാകും. ഇനി സന്താനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായും ഒരു സന്തോഷവാർത്ത കേൾക്കും. കുട്ടികൾക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ദമ്പതികളുടെ വീട്ടിൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളുടെ ചിരി നിറയും. ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞിരുന്നിടത്ത് ദൈവാനുഗ്രഹത്താൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്ന സന്തോഷത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബം അംഗങ്ങളും ആറാടും. ഈ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം കൊണ്ടുവരും. ഇതിനകം കുട്ടികളുള്ളവർക്ക് അവരുടെ കുട്ടികളുടെ വളർച്ച കണ്ട് അഭിമാനിക്കാം. പഠനത്തിലും കളികളിലും മറ്റ് കലകളിലും അവർ മികച്ച കഴിവുകൾ പ്രകടിപ്പിക്കും. സംസ്ഥാന ദേശീയ തലങ്ങളിൽ അംഗീകാരം നേടും. അവരുടെ വിജയങ്ങൾ സമൂഹത്തിൽ നിങ്ങൾക്ക്
വലിയ ബഹുമാനവും പ്രശസ്തിയും നേടിക്കൊടുക്കും. നിങ്ങളുടെ വളർത്തലിനെ എല്ലാവരും പ്രശംസിക്കും. നിങ്ങളുടെ കുട്ടികളുമായുള്ള നിങ്ങളുടെ ബന്ധം സൗഹൃദപരമാകും. അവർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഭയങ്ങളും നിങ്ങളുമായി സ്വാതന്ത്ര്യത്തോടെ പങ്കുവെക്കും. അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല ഫലങ്ങൾ നൽകും. അവരെ ഉന്നത ശ്രേണിയിലെത്തിക്കും. അവരുടെ സുവർണ്ണ ഭാവിക്ക് നിങ്ങൾ തന്നെ അടിത്തറയിടും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസം ലഭിക്കും. കഴിഞ്ഞ കുറച്ചുകാലമായി നിങ്ങളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിച്ചിരുന്ന ദീർഘകാല രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കും. ശരിയായ ഡോക്ടറെയും ശരിയായ മരുന്നുകളും നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങളുടെ ആരോഗ്യം വേഗത്തിൽ മെച്ചപ്പെടും. രോഗത്തിന് വേണ്ടി ചെലവഴിച്ച പണം ഇനി അവസാനിക്കും. നിങ്ങളിൽ മാനസിക ധൈര്യവും ആത്മവിശ്വാസവും ഇരട്ടിയാകും. അനാവശ്യമായ ഭയങ്ങളും ഉത്കണ്ഠകളും പ്രതികൂല ചിന്തകൾ നിങ്ങളെ സമീപിക്കില്ല. രാത്രികളിൽ പേടിസ്വപ്നങ്ങളില്ലാതെ ശാന്തമായ ഉറക്കത്തോടെ രാവിലെ പുതിയ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും ഉണരും. ഓരോ ദിവസവും ഒരു പുതിയ പ്രതീക്ഷയോടെ ആരംഭിക്കും. നിങ്ങളിൽ ജീവശക്തി വർദ്ധിച്ച് ശാരീരികമായും മാനസികമായും വളരെ സജീവമായി ഇരിക്കും. മടി എന്നത് നിങ്ങളുടെ അടുത്തേക്കു പോലും വരില്ല. യോഗ, ധ്യാനം, വ്യായാമം തുടങ്ങിയ നല്ല ശീലങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിയും. ഇത് നിങ്ങളുടെ രോഗ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് നിങ്ങളെ പൂർണ്ണ ആരോഗ്യവാന്മാരും ദീർഘായുസ്സുള്ളവരുമാക്കും. നിങ്ങളുടെ മുഖത്ത് പുതിയ തേജസ് വരും. ഇനി ഉദ്യോഗസ്ഥർക്ക് ഇതൊരു അത്ഭുതകരമായ സുവർണ കാലഘട്ടമാണെന്ന് പറയാം. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടിനും നിങ്ങളുടെ പ്രതിഭയ്ക്കും ശരിയായ അംഗീകാരം ലഭിക്കുന്ന സമയം ആസന്നമായിരിക്കുന്നു. നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ പ്രകടനം ശ്രദ്ധിച്ച് നിങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പുതിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മുന്നേറ്റമാകും. നിങ്ങൾ എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്ന പ്രൊമോഷനും ഇൻക്രിമെന്റും ഇപ്പോൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ശമ്പളം അപ്രതീക്ഷിതമായി വർദ്ധിച്ച് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. നിങ്ങളുടെ പ്രകടനത്തിലൂടെ എല്ലാവരുടെയും പ്രശംസ നേടും. നിങ്ങളുടെ വാക്കിന് എതിരില്ലാതാകും. സഹപ്രവർത്തകർ നിങ്ങൾക്ക് സൗഹൃദഹസ്തം നീട്ടുകയും എല്ലാ രീതിയിലും സഹകരിക്കുകയും ചെയ്യും. മുൻപ് നിങ്ങൾക്ക് എതിരായിരുന്നവർ പോലും ഇപ്പോൾ നിങ്ങളോട് സൗഹൃദപരമായി പെരുമാറും. ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്നും ഗൂഢാലോചനകളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പുറത്തുവരും. നിങ്ങളുടെ വാക്കിനും നിങ്ങളുടെ ഉപദേശത്തിനും ഒരു പ്രത്യേക മൂല്യം ഉണ്ടാകും. മീറ്റിംഗുകളിൽ നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അവരുടെ യോഗ്യതയ്ക്കും അനുഭവത്തിനും അനുസരിച്ചുള്ള വലിയ അവസരം ലഭിക്കും. വലിയ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് ഓഫറുകൾ വരും. സർക്കാർ ജോലികൾക്കായി ശ്രമിക്കുന്നവർക്ക് വിജയം ലഭിക്കും. ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള സുവർണാവസരവും ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ബിസിനസ് രംഗത്തുള്ള മേടം രാശിക്കാർക്ക് ലാഭത്തിന്റെ വിളവെടുപ്പ് കാലമാണ്. ഇതുവരെ മന്ദഗതിയിലും നഷ്ടങ്ങളോടും കൂടി മുന്നോട്ട് പോയ ബിസിനസ് ഇപ്പോൾ റോക്കറ്റ് വേഗതയിൽ മുന്നോട്ട് പോകും. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ് മറ്റ് നഗരങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും ഇതാണ് ശരിയായ സമയം. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അത്ഭുതകരമായ ലാഭങ്ങൾ നേടിക്കൊടുക്കും. സർക്കാർ ഉദ്യോഗസ്ഥരുമായും സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുമായും പരിചയങ്ങൾ ഉണ്ടാകും. അവരുടെ സഹകരണങ്ങളോടെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജോലികൾ, ലൈസൻസുകൾ, പെർമിറ്റുകൾ എന്നിവ എളുപ്പത്തിൽ പൂർത്തിയാകും. വർഷങ്ങളായി നിലച്ചുകിടന്ന പദ്ധതികൾ പുനരാരംഭിക്കുകയും അപ്രതീക്ഷിത ലാഭങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ സംസാരശേഷിയും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾ പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കും. വലിയ കരാറുകൾ ഉറപ്പിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിലെ തെറ്റിദ്ധാരണകൾ നീങ്ങുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും. പുതിയ ബിസിനസ് പദ്ധതികൾ വിജയകരമാകും. വിപണിയിൽ നിങ്ങൾക്കൊരു പ്രത്യേക ബ്രാൻഡ് ഇമേജ് രൂപപ്പെടും. നിങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും. സാമ്പത്തികമായി നിങ്ങൾ അപ്രതീക്ഷിതമായ തലത്തിലേക്ക് വളരും. പണവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങളും ഇല്ലാതാകും. നിങ്ങളുടെ വരുമാനം ഗണ്യമായി വർദ്ധിക്കുകയും ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം നിങ്ങളുടെ കൈകളിലെത്തുകയും ചെയ്യും. ശമ്പളം, ബിസിനസ്, വാടക, പഴയ നിക്ഷേപങ്ങൾ എന്നിങ്ങനെ പല മാർഗങ്ങളിലൂടെയും പണം ഒഴുകിയെത്തും. പഴയ കടങ്ങളെല്ലാം തീർന്നു മാനസികമായി ആശ്വാസത്തോടെ ശ്വസിക്കാൻ സാധിക്കും. മുൻപ് നടത്തിയ
നിക്ഷേപങ്ങളിൽ നിന്ന് ഇപ്പോൾ നല്ല ലാഭങ്ങൾ ലഭിക്കും. ഭൂമി, ഷെയർ മാർക്കറ്റ് പോലുള്ള വഴിയും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോട്ടറി വഴിയോ അനന്തരാവകാശ വഴിയോ ധനം നിങ്ങളെ തേടിയെത്താം. ഭൂമി, വീട് അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ ചിരകാല സ്വപ്നം ഇപ്പോൾ സഫലമാകും. സ്വർണ്ണാഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വാങ്ങും. ബാങ്ക് ബാലൻസ് ഗണ്യമായി വർദ്ധിച്ച് സാമ്പത്തികമായി ശക്തവും സ്ഥിരതയുള്ളതുമായ അവസ്ഥയിലെത്തും. ഭാവിയിൽ സാമ്പത്തിക ചിന്തകളില്ലാതെ ജീവിക്കും. വിവാഹ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും പൂർണ്ണമായും നീങ്ങുകയും പരസ്പരം നന്നായി മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങളുടെ പങ്കാളി അവരുടെ തൊഴിലിൽ വിജയം നേടുന്നത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും അഭിമാനവും നൽകും. അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ യാത്രകൾ ചെയ്യും. ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കും. പരസ്പരം അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കും. കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും പങ്കിടും. നിങ്ങളുടെ ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ സ്നേഹവും സന്തോഷവും നിറയും. വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു അനുഗ്രഹം പോലെയാണെന്ന് പറയാം. പഠനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ അത്ഭുതകരമായി വർദ്ധിക്കും. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. പരീക്ഷകളിൽ മികച്ച മാർക്കുകളോടെയും നല്ല റാങ്കുകളോടെയും വിജയിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. സർക്കാർ ജോലി നേടുക എന്ന നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടും. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രമങ്ങൾ വിജയിക്കും. നിങ്ങളുടെ വിസ് പ്രശ്നങ്ങൾ ഇല്ലാതാകും. നല്ല യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ലഭിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും പ്രോത്സാഹനവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ പ്രതിഭയ്ക്ക് തക്കതായ അംഗീകാരം ലഭിച്ച് സ്കോളർഷിപ്പുകളും അവാർഡുകളും നേടും. ഈ സമയം ശരിയായി വിനിയോഗിച്ചാൽ നിങ്ങളുടെ ഭാവിക്ക് സുവർണ പാതകൾ ഒരുക്കിയതിന് തുല്യമാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ വിജയം കണ്ട് അഭിമാനിക്കും. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ പ്രണയത്തിലെ തെറ്റിദ്ധാരണകൾ നീങ്ങി ഒരു വ്യക്തത വരും. നിങ്ങളുടെ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് വിവാഹത്തിലേക്ക് നീങ്ങും. നിങ്ങളുടെ പ്രണയം ധൈര്യമായി വീട്ടിൽ പറയാൻ ഇതാണ് ശരിയായ സമയം. നിങ്ങളുടെ പ്രണയത്തിന് മുതിർന്നവരുടെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മാനസികമായി പിന്തുണയ്ക്കും. ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ശക്തമാകും. അവിവാഹിതർക്ക് നല്ല വിവാഹബന്ധം ഒത്തുവരും. ഇനി ഈ രാശിക്കാരുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്നതമായ അത്ഭുതകരമായ ഫലങ്ങൾ നേടുന്നതിന് എന്തെങ്കിലും ചെറിയ ദോഷങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടെങ്കിൽ അവയും പൂർണ്ണമായി ഒഴിവാക്കുന്നതിനായി ചില ലളിതവും വളരെ ശക്തിയേറിയതുമായ ചെറിയ പരിഹാരങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ പ്രകാശമാനമാകും. എല്ലാറ്റിനുമുപരിയായി എല്ലാ ശനിയാഴ്ചകളിലും അടുത്തുള്ള ശനീശ്വര ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ പോയി എള്ളെണ്ണ വിളക്ക് കൊളുത്തി നവഗ്രഹങ്ങൾക്ക് 9 പ്രദക്ഷിണങ്ങൾ ചെയ്യുക. ഓം ശം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുക. അതുപോലെ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ഓം നമോ ശിവായ എന്ന മന്ത്രം ദിവസവും അല്ലെങ്കിൽ കുറഞ്ഞത് ശനിയാഴ്ചയെങ്കിലും 108 തവണ ജപിക്കുന്നതിലൂടെ ശനിദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും. അതുവഴി നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം വേഗത്തിൽ ഒഴിവാകും. അതുപോലെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ശുദ്ധമായ പശുവിൻ പാൽ, കരിമ്പിൻ നീർ, ബിൽവപത്രങ്ങൾ, വെളുത്ത പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യിച്ച് ഓം നമഃശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളിലുള്ള പ്രതികൂല ഊർജം നീക്കം ചെയ്ത് അനുകൂല ഊർജം നിറയ്ക്കും. മാനസിക സമാധാനം നൽകും. സാധിക്കുമെങ്കിൽ ഒരു നല്ല പഞ്ചമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനവും നിങ്ങൾക്ക് കുറയും. രുദ്രാക്ഷം മാനസിക സമാധാനം നൽകുന്നതിനോടൊപ്പം ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ ഒരു കവചം പോലെ നിങ്ങൾക്ക് നിരന്തരം നൽകുന്നു. എല്ലാത്തരം ദുഷ്ടശക്തികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒരു തുളസി ചെടി നട്ടുപിടിപ്പിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ തുളസി ചെടിയുടെ അടുത്ത് വിളക്ക് കൊളുത്തി പൂജിക്കുന്നത് വഴി വീട്ടിലേക്ക് നല്ല ഊർജത്തിന്റെ പ്രവാഹം വർദ്ധിക്കുന്നു. അതുവഴി എല്ലാ നെഗറ്റീവ് ശക്തികളും അകന്നുപോകുന്നു. നിങ്ങളിൽ ഇരട്ടി ഉത്സാഹം ഉണ്ടാകുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദുഷ്ടശക്തികൾക്കും
പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കുളിച്ച ശേഷം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുക. അല്ലെങ്കിൽ കേൾക്കുക വഴി നിങ്ങൾക്ക് എല്ലാ ഗ്രഹദോഷങ്ങളും നീങ്ങി ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നല്ല മാറ്റങ്ങൾ വരുന്നു. അതുപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രം ദിവസവും 21 തവണ ജപിക്കുന്നത് വഴി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. ദീർഘകാലമായുള്ള രോഗങ്ങൾ ഇല്ലാതാകുന്നു. ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതുപോലെ ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഹനുമാൻ ചാലീസ് പാരായണം ചെയ്യുക. ആഞ്ജനേയ സ്വാമി ക്ഷേത്രം സന്ദർശിച്ച് വെറ്റിലമാല കൊണ്ട് പൂജിക്കുന്നത് വഴി നിങ്ങൾക്ക് വലിയ ധൈര്യം, മനസ്സമാധാനം, ബലം, കാര്യസിദ്ധി എന്നിവ ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പരിഹാരങ്ങൾക്കൊപ്പം നിങ്ങളുടെ ചിന്താരീതിയിലെ മാറ്റവും നിങ്ങളുടെ നല്ല പെരുമാറ്റവും വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കുക, പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് സഹായിക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും വെള്ളവും നൽകുക തുടങ്ങിയ പുണ്യപ്രവൃത്തികൾ ചെയ്യുക. കരുണ, സ്നേഹം, ക്ഷമ തുടങ്ങിയ ദൈവിക ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തുണയായി ഉണ്ടാകും. ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കും. മേടം രാശിക്കാരോട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങളുടെ കടമ 100% ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്തുകൊണ്ടിരിക്കുക. വിജയവും കീർത്തിയും സമ്പത്തും നിങ്ങളെ തേടിയെത്തും. അവസാനമായി ഒരു കാര്യം കൂടി. ജ്യോതിശാസ്ത്രത്തിൽ ശനി ഭഗവാനെ ഒരു കർമ്മഫലദാതാവായും ന്യായദേവനായും നമ്മൾ വിളിക്കുന്നു. അദ്ദേഹത്താൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ താൽക്കാലികമാണ് എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഇനി മാർച്ച് മാസത്തിന് ശേഷം മേടം രാശിക്കാരുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഭയപ്പെടുത്താനല്ല, നിങ്ങളെ തയ്യാറാക്കാനാണ്. കാരണം വരാനിരിക്കുന്ന മാറ്റം ദുർബലർക്കല്ല, സത്യം അംഗീകരിക്കുന്നവർക്കാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, നിങ്ങളുടെ വഴി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ സ്പർശനമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് മറ്റൊരു അവസരം നൽകിയതിന് തുല്യമാണ്. ആ അവസരം പാഴാക്കരുത്. ഞാൻ പറയുന്നത് ജാതകമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിനുള്ള ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ വിധി മാറുന്ന സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അറിയാമല്ലോ മേടം രാശിക്കാർക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. നന്ദി.